നിങ്ങളുടെ അച്ഛനെ പോലീസ് കൊണ്ടുപോവുകയാണ്, നോക്കൂ എന്ന് കടയിലുള്ള ഒരു കസ്റ്റമർ പറഞ്ഞതോടെ ഭയന്ന് പുറത്തേക്കോടി നോക്കിയതാണ് ബെന്നിക്സ്. പക്ഷെ അതിനകം തന്നെ അവൻ്റെ അച്ഛൻ അവിടെ നിന്നും കൊണ്ടുപോയിരുന്നു. അവിടെ ഉണ്ടായിരുന്നവർ ഇപ്പോഴാണ് പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയത് എന്ന് പറഞ്ഞതോടെ ബെന്നിക്സ് ഉടൻ ഒരു വക്കീലിനെയും കൂട്ടിക്കൊണ്ട് സാത്തൻകുളം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ പോലീസ് പറഞ്ഞു, ഇപ്പോൾ വക്കീലിനകത്തേക്ക് അനുമതിയില്ല, ബെന്നിക്സ് മാത്രം അകത്തേക്ക് വരട്ടെ എന്ന്. അങ്ങനെ അവനെ മാത്രം അകത്തേക്ക് കൊണ്ടുപോയി. എന്നാൽ ഏറെ നേരം കഴിഞ്ഞിട്ടും അകത്തുപോയ ബെന്നിക്സ് പുറത്തേക്ക് വന്നില്ല. കുറച്ചു സമയത്തിന് ശേഷം ആ സ്റ്റേഷനിൽ നിന്നും ബെന്നിക്സും അദ്ദേഹത്തിന്റെ അച്ഛനായ ജയരാജും വേദനയോടെ നിലവിളിക്കുന്ന ശബ്ദം കേട്ടു. അതോടെ വക്കീൽ ഈ വിവരം അവരുടെ ബന്ധുക്കളെ അറിയിച്ചു. ഉടൻ എത്തിയ ജയരാജിന്റെയും ബെന്നിക്സിന്റെയും ബന്ധുക്കൾ എന്ത് കാരണത്താലാണ് ഇവരെ പിടിച്ചു വച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പോലീസ് പറഞ്ഞു, ഇപ്പോൾ അത് പറയാൻ കഴിയില്ല, എന്തായാലും നാളെ വന്ന് സംസാരിക്കൂ എന്ന് പറഞ്ഞ് അവരെ മടക്കി അയച്ചു. അടുത്ത ദിവസം 2020 ജൂൺ മാസം 20 രാവിലെ ഇവരെ സാത്തൻകുളം സർക്കാർ ആശുപത്രിയിലേക്ക് പോലീസ് കൊണ്ടുപോയി. അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാർ ഇവരുടെ പരിക്കുകൾ ശരിയായി പരിശോധിക്കാതെ തന്നെ ഇവർ ഓക്കെയാണ് എന്നൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകി. അതിനുശേഷം ഇവരെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കൊറോണ ലോക്ക്ഡൌൺ സമയമായതിനാൽ അന്ന് മജിസ്ട്രേറ്റുമാർ വീട്ടിൽ നിന്ന് തന്നെ അന്വേഷണം നടത്തുന്നത് പതിവായിരുന്നു. അവിടെ എത്തിയപ്പോൾ മജിസ്ട്രേറ്റ് മുകളിൽ നിന്നും കൈ മാത്രം കാണിച്ച് ഇവരെ റിമാൻഡ് ചെയ്യാൻ ഉത്തരവിട്ടതായി പറയുന്നു. ഇതിനുശേഷം ഇവരെ കോവിൽപ്പട്ടിയിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള സബ് ജയിലിൽ അടച്ചു. ഇതിനിടയിൽ ജയരാജിനെയും ബെന്നിക്സിനെയും ഉടൻ മോചിപ്പിക്കണം, പോലീസ് പീഡനം നടത്തുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ബന്ധുക്കളും പൊതുജനങ്ങളും പ്രതിഷേധിക്കാൻ തുടങ്ങി. പക്ഷെ പോലീസ് പറഞ്ഞത് എന്തെന്നാൽ, കൊറോണ ലോക്ക്ഡൌൺ സമയത്ത് രാത്രി 8 മണിക്ക് മുൻപ് കട അടയ്ക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇവർ ആ സമയം ലംഘിച്ച് കട തുറന്നു വച്ചത് തെറ്റാണ്. അത് ചോദിക്കാൻ പോയ പോലീസുകാരോട് ഇവർ അസഭ്യമായി സംസാരിച്ചത് മറ്റൊരു തെറ്റാണ്. കൂടാതെ പോലീസിനെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കാത്തതും തെറ്റാണ്. ഇവരെ ജീപ്പിൽ കയറ്റുമ്പോൾ റോഡിൽ കിടന്ന് നിയമം ലംഘിച്ചതിനാലാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്നും പോലീസുകാർ പറഞ്ഞു. ഇപ്പോൾ അവർ കോവിൽപ്പട്ടി സബ് ജയിലിലാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കോടതിയിൽ പറഞ്ഞാൽ മതിയെന്നും അറിയിച്ചു. ഈ സാഹചര്യത്തിലാണ് കോവിൽപ്പട്ടി ജയിലിൽ അടച്ച അടുത്ത 2ാം ദിവസം, അതായത് 2020 ജൂൺ മാസം 22 രാത്രി 9 മണിയോടെ ബെന്നിക്സ് ആരോഗ്യ പ്രശ്നങ്ങളാൽ മരണപ്പെട്ടു. ഈ വിവരം പുറത്തറിഞ്ഞാൽ ജനങ്ങളിൽ വലിയ പ്രതികരണം ഉണ്ടാകുമെന്ന് ഭയന്ന പോലീസുകാർ ബെന്നിക്സിന്റെ സുഹൃത്തുക്കൾക്ക് ഫോൺ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ മോശമാണെന്നും അടിയന്തരമായി രക്തം ആവശ്യമാണ്, കഴിയുമെങ്കിൽ ഉടൻ കോവിൽപ്പട്ടി സർക്കാർ ആശുപത്രിയിലേക്ക് എത്തണമെന്നും പറഞ്ഞു. ഇത് കേട്ട് സുഹൃത്തുക്കൾ ഉടൻ രക്തദാനത്തിനായി ആശുപത്രിയിലേക്ക് പോയപ്പോഴാണ് ബെന്നിക്സ് ഇതിനകം മരണപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ ശരീരം മോർച്ചറിയിൽ മാറ്റിയെന്നും അറിയുന്നത്. ഇതോടെ വലിയ പ്രതിഷേധവും വികാരധീനവുമായ അന്തരീക്ഷം രൂപപ്പെട്ടു. ഈ ഞെട്ടൽ മാറുന്നതിന് മുൻപ് തന്നെ അടുത്ത ദിവസം പുലർച്ചെ 5 മണിയോടെ അതേ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ അച്ഛൻ ജയരാജു മരണപ്പെട്ടു. ഈ സംഭവം സോഷ്യൽ മീഡിയ വഴി തമിഴ്നാട് മാത്രമല്ല ഇന്ത്യ മുഴുവനും വലിയ തരംഗം സൃഷ്ടിച്ചു. ജസ്റ്റിസ് ഫോർ ജയരാജ് ആൻഡ് ബെന്നിക്സ് എന്ന ഹാഷ്ടാഗ് ലോകവ്യാപകമായി ട്രെൻഡായി. സ്ഥിതി ഗുരുതരമായതിനാൽ മധുരൈ ഹൈക്കോടതി ബെഞ്ച് ഈ സംഭവത്തിൽ അന്വേഷണം നടത്താൻ ജഡ്ജി ഭാരതിദാസനെ നിയമിച്ചു. അങ്ങനെ ജൂൺ മാസം 28 കോവിൽപ്പട്ടി ക്രിമിനൽ ജഡ്ജിയായ ഭാരതിദാസൻ തന്റെ സംഘത്തോടൊപ്പം സാത്തൻകുളം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി. അന്ന് രാത്രി വരെ അവിടെ തന്നെ തുടർന്ന് വിശദമായ അന്വേഷണം നടത്തി. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ ജഡ്ജിയുടെ അന്വേഷണത്തിന് യാതൊരു സഹകരണവും നൽകിയില്ല. അതുമാത്രമല്ല, ചില പ്രധാന തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ജഡ്ജി ഉടൻ ജില്ലാ കളക്ടറെ വിവരം അറിയിച്ചു. ഇതിന്റെ ഫലമായി അടുത്ത ദിവസം ജൂൺ മാസം 29 ആ സാത്തൻകുളം പോലീസ് സ്റ്റേഷൻ മുഴുവനും റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ നിയന്ത്രണത്തിലായി. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു മുഴുവൻ പോലീസ് സ്റ്റേഷനും റവന്യൂ വകുപ്പിന് കീഴിൽ കൊണ്ടുവന്നത് ഇതാദ്യമായാണ്. അടുത്ത ദിവസവും ജഡ്ജി ഭാരതിദാസൻ അവിടെ അന്വേഷണം തുടർന്നു. സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന പല പോലീസുകാരും കുറ്റം ചെയ്തവർക്ക് അനുകൂലമായി നിന്നപ്പോൾ അവിടെ ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്ന രേവതി ഈ കേസിലെ പ്രധാന സാക്ഷിയായി മാറി. അന്ന് സ്റ്റേഷനിൽ യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്ന് അവരുടെ മൊഴിയിലൂടെയാണ് പുറം ലോകം അറിയുന്നത്. ജഡ്ജി ഭാരതിദാസൻ തന്റെ അന്വേഷണ റിപ്പോർട്ട് 2020 ജൂൺ മാസം 30 മധുരൈ കോടതിയിൽ സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ പറയുന്നത്, ജൂൺ മാസം 19 രാത്രി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന ജയരാജിനെയും ബെന്നിക്സിനെയും രാത്രി 8 മണി മുതൽ പുലർച്ചെ 3 മണി വരെ പോലീസ് ലാത്തികളാൽ ക്രൂരമായി മർദ്ദിച്ചതായി രേഖപ്പെടുത്തി. അത് പറയുന്നതിലും ക്രൂരമായ ആക്രമണമായിരുന്നു.
അവർക്ക് നേരെ മർദ്ദനം നടന്നപ്പോൾ ചുമരിലും മേശയിലുമെല്ലാം രക്തക്കറകൾ ഉണ്ടായിരുന്നുവെന്നും സമയം കടന്നു പോകുന്നതിനൊപ്പം ആ തെളിവുകൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയായിരുന്നുവെന്നും രേവതി ഭയത്തോടെ മൊഴി നൽകി. ഈ സത്യം പുറത്തുപോയതിലൂടെ തനിക്കും തന്റെ കുടുംബത്തിനും അപകടമുണ്ടാകുമെന്നും പറഞ്ഞ് അവൾ ഭയപ്പെട്ട് കരഞ്ഞു. എന്നാൽ നിയമം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ആ ജഡ്ജി അവളെ ആശ്വസിപ്പിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി നിങ്ങളുടെ കൈവശമുള്ള ലാത്തികൾ എനിക്ക് കൈമാറുക എന്ന് ജഡ്ജി ആവശ്യപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ലാത്തികൾ എടുത്ത് വേഗത്തിൽ ഓടി രക്ഷപ്പെട്ടു. അതുമാത്രമല്ല, എന്റെ പിന്നിൽ നിന്നിരുന്ന ഒരു പോലീസുകാരൻ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന രീതിയിൽ വളരെ അപമാനകരമായ വാക്കുകൾ ഉപയോഗിച്ച് എന്നെ അധിക്ഷേപിച്ചുവെന്നും ജഡ്ജി ഭാരതിദാസൻ തന്റെ റിപ്പോർട്ടിൽ വേദനയോടെ രേഖപ്പെടുത്തി. അന്നേ ദിവസം ജയരാജിന്റെയും ബെനിക്സിന്റെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മധുരൈ ഹൈക്കോടതി ബെഞ്ചിൽ സമർപ്പിച്ചു. ആ റിപ്പോർട്ട് ഇതൊരു ക്രൂര കൊലപാതകമാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചു. ബെനിക്സിന്റെ ശരീരത്തിൽ 13 പരിക്കുകളും ജയരാജിന്റെ ശരീരത്തിൽ 17 പരിക്കുകളും ഉണ്ടായിരുന്നുവെന്നും അതിൽ വ്യക്തമാക്കിയിരുന്നു. ഇരുവരുടെയും മസിലുകൾ കീറി ഗുരുതരമായ രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ജയരാജിന്റെ വക്ഷസ്ഥലത്തിലെ എല്ല് പൊട്ടി അത് കരളിൽ കുത്തി. അകത്തളത്ത് കൂടുതൽ രക്തസ്രാവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കരൾ പ്രവർത്തനം നിലച്ചത്. അതുമാത്രമല്ല, ബെനിക്സിന്റെ മലദ്വാര ഭാഗത്ത് ലാത്തി പോലുള്ള ഒരു വസ്തു ഉപയോഗിച്ച് പീഡിപ്പിച്ചിരുന്നുവെന്നും അതിലൂടെ അവിടെ ഗുരുതരമായ പരിക്കുണ്ടായി കൂടുതൽ രക്തസ്രാവം സംഭവിച്ചതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇത്തരത്തിലുള്ള ക്രൂരമായ മർദ്ദനമാണ് ഇരുവരുടെയും മരണത്തിന് കാരണമായത് എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി രേഖപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ കേസ് CBIക്ക് കൈമാറണമെന്ന് തമിഴ്നാട് സർക്കാർ ആവശ്യപ്പെട്ടു. ഹൈക്കോടതി അത് അംഗീകരിച്ചെങ്കിലും ഡൽഹിയിൽ നിന്ന് CBI സംഘം എത്തി അന്വേഷണം ആരംഭിക്കാൻ സമയമെടുക്കുമെന്നും പറഞ്ഞു. എന്നാൽ ഓരോ നിമിഷവും തെളിവുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി താൽക്കാലികമായി ഈയൊരു കേസ് CBI-CIDക്ക് കൈമാറാൻ കോടതി ഉത്തരവിട്ടു. കൂടാതെ ഇതൊരു കൊലക്കേസായി രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനുള്ള എല്ലാ അടിസ്ഥാനങ്ങളും ഉണ്ടെന്ന് കോടതി വ്യക്തമാക്കി. തുടർന്ന് ഈ അന്വേഷണം CBI-CIDക്ക് കൈമാറി. IG-ആയ ശങ്കറിന്റെ മേൽനോട്ടത്തിൽ 12 പ്രത്യേക സംഘം രൂപീകരിച്ച് സാത്തൻകുളം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചു. ജയരാജ്, ബെനിക്സ് കുടുംബം മുതൽ കോവിൽപ്പട്ടി ജയിൽ വരെ വിവിധ ഇടങ്ങളിൽ ഒരേ സമയം അന്വേഷണം നടത്തി. പല ഘട്ടങ്ങളിലായുള്ള അന്വേഷണത്തിന് ശേഷം മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ കേസ് CBIക്ക് കൈമാറി. ഈ കേസിൽ ഇൻസ്പെക്ടർ ശ്രീധർ, SI ബാലകൃഷ്ണൻ, SI രഘുഗണേഷ്, ഹെഡ് കോൺസ്റ്റബിൾ മുരുകൻ, ഹെഡ് കോൺസ്റ്റബിൾ സാമതുരൈ, കോൺസ്റ്റബിൾ മുത്തുരാജ്, കോൺസ്റ്റബിൾ ചെല്ലത്തുരൈ, കോൺസ്റ്റബിൾ വേൽമുത്തു, കോൺസ്റ്റബിൾ തോമസ് ഫ്രാൻസിസ്, സ്പെഷ്യൽ SI ബാലത്തുറൈ എന്നിവരടക്കം 10 പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് മധുരൈ സെൻട്രൽ ജയിലിൽ അടച്ചു. ഇവരിൽ ഈ സ്പെഷ്യൽ SI ബാലത്തുറൈ 2020 ഓഗസ്റ്റ് 10 കോവിഡ് ബാധിതയെ തുടർന്ന് മരണപ്പെട്ടു. ഏകദേശം 5 വർഷത്തോളം മധുരൈ ഫസ്റ്റ് എഡിഷൻ ജില്ലാ ആൻഡ് സെക്ഷൻ കോടതിയിൽ നീണ്ടുനിന്ന ഈ കേസിൽ 2020 മാർച്ച് 3 വിധി പ്രഖ്യാപിച്ചു. ആ വിധിയിൽ സാത്തൻകുളം പോലീസുകാർ ജയരാജിനും ബെനിക്സിനുമെതിരെ വ്യാജ കേസുകൾ രജിസ്റ്റർ ചെയ്ത് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചതായും ആ മർദ്ദനമാണ് ഇരുവരുടെയും മരണത്തിന് കാരണമെന്ന് കോടതി വ്യക്തമാക്കി. കുറ്റം ചുമത്തപ്പെട്ട 9 പോലീസുകാരും കുറ്റക്കാരാണെന്ന് പോലീസ് കണ്ടെത്തി. ഇവർക്കുള്ള ശിക്ഷാവിവരങ്ങൾ 2026 മാർച്ച് 30 പ്രഖ്യാപിക്കുമെന്നും ജഡ്ജി മുത്തുകുമാരൻ അറിയിച്ചു. ജയരാജിനെയും ബെനിക്സിനെയും അറസ്റ്റ് ചെയ്ത ദിവസം അവർ പോലീസുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടതായും അതിലൂടെ ഉണ്ടായ അഹങ്കാരമാണ് പോലീസുകാർ ക്രൂരമായി പെരുമാറാൻ കാരണമെന്നും ചിലർ പറയുന്നു. എന്നാൽ അതിനു പുറമെ ഈ ക്രൂര ആക്രമണത്തിന് പിന്നിൽ 3 പ്രധാന കാരണങ്ങളുണ്ടെന്ന് പൊതുജനങ്ങളും സോഷ്യൽ മീഡിയയും വ്യാപകമായി ചർച്ച ചെയ്തു. ആദ്യ കാരണമായി പറയപ്പെടുന്നത് ജയരാജിന്റെ മൊബൈൽ കടയ്ക്കടുത്തുള്ള ഒരു ഓട്ടോ സ്റ്റാൻഡിൽ ഫ്രണ്ട്സ് ഓഫ് പോലീസ് സംഘടനയുമായി ബന്ധപ്പെട്ട ചിലർ മദ്യം കഴിച്ചതാണ്. അത് ജയരാജ് ചോദ്യം ചെയ്തതിനെ തുടർന്ന് അവരുടെ ഇടയിൽ വൈരാഗ്യം രൂപപ്പെട്ടുവെന്നും പറയുന്നു. രണ്ടാമത്തെ കാരണമായി സാത്തൻകുളം സബ് ഇൻസ്പെക്ടർ ഒരാൾ ബെനിക്സിന്റെ മൊബൈൽ കടയിലെത്തി. അവിടെ ഉണ്ടായിരുന്ന ഒരു മൊബൈൽ ഫോൺ സൗജന്യമായോ അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്കോ നൽകണമെന്നാവശ്യപ്പെട്ടുവെന്നും പറയുന്നു. അതിന് ബെനിക്സ് സമ്മതിക്കാതിരുന്നതിനാൽ പോലീസ് അത് മനസ്സിൽ വെച്ച് അവരെ നോട്ടമിട്ടിരുന്നുവെന്നുമാണ് ശ്രദ്ധേയം. മൂന്നാമത്തെ കാരണമായി ഒരിക്കൽ ശമ്പളം വാങ്ങാനായി കടയ്ക്ക് പുറത്തു നിന്നിരുന്ന ബെനിക്സിന്റെ ജീവനക്കാരനോട് ഫ്രണ്ട്സ് ഓഫ് പോലീസ് അംഗങ്ങൾ വളരെ അപമാനകരമായി സംസാരിച്ചുവെന്നാണ് വിവരം. അപ്പോൾ അവിടെ എത്തിയ ജയരാജ് അവരെ ശാസിച്ചതായും പറയുന്നു. ഈ കാരണങ്ങളാലാണ് പോലീസ് അവരെ മുൻകൂട്ടി ലക്ഷ്യം വെച്ച് ആക്രമിച്ചതെന്ന് പലരും പറഞ്ഞെങ്കിലും CBI സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഈ കാരണങ്ങളൊന്നും ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ഈ സംഭവത്തിന് പിന്നാലെ ഫ്രണ്ട്സ് ഓഫ് പോലീസ് സംഘടനയിലെ ചിലർ അവരുടെ അധികാരം ദുരുപയോഗം ചെയ്യുന്നുവെന്നുള്ള വലിയ ആരോപണം ഉയർന്നു.
അതിന്റെ ഫലമായി തമിഴ്നാട് സർക്കാർ പോലീസിന് നൽകിയ തീരുമാനപ്രകാരം ആ സംഘടനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തി. പോലീസും പൊതുജനങ്ങളും തമ്മിൽ നല്ല ബന്ധം നിലനിൽക്കണമെന്നാണ് സാധാരണ ജനങ്ങളുടെ ആഗ്രഹം. എന്നാൽ അത്തരത്തിലുള്ള ബന്ധത്തെ തകർക്കുന്ന സംഭവങ്ങൾ തുടർച്ചയായി നടക്കുന്നത് ആശങ്കാജനകമാണ്. അധികാരം ലഭിച്ചതുകൊണ്ട് മാത്രം അത് ദുരുപയോഗം ചെയ്യാൻ ആർക്കും അവകാശമില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അതുപോലെ പോലീസും പൊതുജനങ്ങളും തമ്മിൽ വിശ്വാസവും മനുഷ്യസ്നേഹവും നിർബന്ധമാണ്. അത് തകരുമ്പോൾ തീർച്ചയായും അവിടെ ദുരന്തം സംഭവിക്കും. ചുരുക്കത്തിൽ അധികാരവും അഹങ്കാരവും ചേർന്നാൽ അവിടെ അനീതിയായിരിക്കും പിറക്കുക. പക്ഷേ സത്യവും നീതിയുമാണെങ്കിൽ അവസാനം വിജയം തന്നെ ലഭിക്കും. കുറ്റക്കാരായി വിധിക്കപ്പെട്ട ആ 9 പേർക്ക് ലഭിക്കാനിരിക്കുന്ന ശിക്ഷ ഇനി മുതൽ ഇത്തരം ക്രൂര പ്രവർത്തനങ്ങൾ ചെയ്യാൻ പോകുന്ന പോലീസുകാരിൽ ഭയം സൃഷ്ടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളായിരുന്നെങ്കിൽ ഈ കുറ്റക്കാർക്ക് എന്ത് ശിക്ഷ നൽകുമായിരുന്നു എന്ന് കമന്റിൽ പറയുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.